ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാന്റിയാഗോ എന്നാണ് അവന്റെ പേര്. ഒരു ഇടയച്ചെറുക്കൻ. ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഉറങ്ങുന്ന അവൻ രാത്രിയിൽ സ്വപ്നത്തിൽ കണ്ട നിധി അന്വേഷിച്ച് യാത്ര തിരിച്ചു. പ്രസിദ്ധ ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സ്പെയിനിൽ നിന്ന് നിധി അന്വേഷിച്ച് ഈജിപ്തിലെ പിരമിഡുകൾക്കിടയിലൂടെ സാന്റിയാഗോ നടന്നു. അവന്റെ യാത്ര അവസാനിച്ചത് സ്പെയിനിൽ തന്നെയായിരുന്നു. അവസാനം സാന്റിയാഗോ നിധി കണ്ടെത്തുന്നു. അത് മറ്റെവിടെയുമല്ല, പണ്ട് അവനിരുന്ന് വിശ്രമിച്ച മരത്തിന്റെ അടിയിൽ നിന്ന് തന്നെ. വിശുദ്ധ മത്തായി 13:44 സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് വലിയ നിധി പോലെയാണെന്നാണ്. സ്വർഗരാജ്യത്തിന്റെ സമൃദ്ധിയെ ഇത് സൂചിപ്പിക്കുന്നു എന്ന് സ്വർണ്ണനാവുകാരനായ മോർ ഇവാനിയോസ് പറയുന്നു. സഭയാകുന്ന വയലിൽ കിട്ടുന്ന ക്രിസ്തുവാകുന്ന നിധി എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ എല്ലാം വിറ്റ് വയൽ വാങ്ങാൻ ഇന്ന് പലരും തയ്യാറല്ല. കാരണം അത് ബുദ്ധിമുട്ടേറിയ പ്രവൃത്തിയാണ്. തന്റെ സമയവും ജോലിയും ബന്ധങ്ങളും എല്ലാം മാറ്റിവെച്ച് സഭയാകുന്ന വയലിൽ നിന്നും ക്രിസ്തുവാകുന്ന നിധി കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അല്പം പ്രയാസം നിറഞ്ഞത് തന്നെ. പക്ഷെ കിട്ടുന്നത് നിധിയാണെങ്കിലോ? ചില ആളുകൾ ഇന്ന് നിധി കണ്ടെത്തുന്നതിന് പകരം പല എളുപ്പ വഴികളും തേടി പോകുന്നുണ്ട്. ഞാൻ തലയിൽ കൈവച്ചാൽ പെട്ടെന്ന് രോഗശാന്തി കിട്ടും, ഇവിടെ വന്നാൽ വിസ കിട്ടും, ഞങ്ങളുടെ കൂടെ കൂടിയാൽ സാമ്പത്തിക ഉന്നമനം ലഭിക്കും തുടങ്ങിയ പ്രലോഭനങ്ങളിൽപ്പെട്ട് സഭയിൽ ലഭിക്കുന്ന ക്രിസ്തു എന്ന നിധിക്ക് പകരം താൽക്കാലിക സൗഭാഗ്യങ്ങൾക്ക് പിന്നാലെ പോകുന്നവരോട് പഴയൊരു കഥയാണ് പറയാനുള്ളത്. സുഗന്ധത്തിന്റെ ഉറവിടം അന്വേഷിച്ച് നടക്കുന്ന കസ്തൂരിമാന്റെ കഥ. സ്വന്തം ശരീരത്തിൽ നിന്നാണ് സുഗന്ധം വരുന്നതെന്ന് അറിയാതെ ചുറ്റും സുഗന്ധത്തിന്റെ ഉറവിടം തേടി അലയുന്ന കസ്തൂരിമാനെ പോലെയാണ് ഇന്ന് പലരും. സഭയിൽ വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കൂദാശകളിലൂടെയും ഒക്കെ കിട്ടുന്ന നിധിയേക്കാൾ വലുതായ ഒരു സൗഭാഗ്യവും നമുക്ക് മറ്റൊരിടത്ത് കണ്ടെത്താനാകില്ല. ആയതിനാൽ ക്രിസ്തുവാകുന്ന നിധി കണ്ടെത്താൻ നമുക്കുള്ളതെല്ലാം മാറ്റിവെക്കാം. നാം ഇരുന്നിടത്ത് തന്നെയാണ് നമ്മുടെ നിധി. അതന്വേഷിച്ച് നാട് മുഴുവൻ തിരയേണ്ട. വയലാകുന്ന സഭയിൽ നിന്നും ക്രിസ്തുവാകുന്ന ആ നിധി നമുക്ക് കണ്ടെത്താം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി. വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തി